സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ചിന്തിച്ചു വരുന്ന വിഷയം തന്നെയാണ് ഇന്നും ചിന്തിക്കുന്നത്, അപ്പോസ്തല പ്രവൃത്തിയിലെ റൈറ്റ് ഡിവിഷനും ചിന്തകളും. അപ്പോൾ തന്നെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അപ്പോസ്തല പ്രവൃത്തി 15ഉം 16ഉം അധ്യായങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള തുടർ പഠനങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒരു പ്രത്യേക പഠനം അല്ലെങ്കിൽ റൈറ്റ് ഡിവിഷനെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചും നമ്മൾ പഠിക്കുമ്പോൾ പ്രത്യേകമായിട്ടുള്ളൊരു ചിന്താഗതി ലഭിക്കുന്ന, ഉൾക്കാഴ്ച ലഭിക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇത് എന്നുള്ളത് എൻ്റെ പ്രിയമുള്ളവരോട് പ്രാരംഭമായി ഞാൻ പറയുകയാണ്. കാരണം നമ്മളിപ്പോൾ പറയുന്ന സുവിശേഷം കൃപയുടെ സുവിശേഷമാണ്. അപ്പോൾ തന്നെ രാജ്യത്തിൻ്റെ സുവിശേഷവും തിരുവചനത്തിലുള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പലരും പറയുന്നത്, ഇത് വായിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വ്യത്യസ്തത കാണാൻ കഴിയുന്നില്ലല്ലോ, രണ്ടും ഒന്നാണല്ലോ എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ തന്നെ ഇത് സൂക്ഷ്മമായി പഠിക്കുമ്പോൾ ഇത് രണ്ടാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പത്രോസും പൗലോസും പറയുന്നുണ്ട്, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും വിളി എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് രണ്ട് കൂട്ടരും പറയുന്നുണ്ട്. അപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ നമ്മെ ദൈവം എന്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം POC ബൈബിളിൽ അതിനൊരു തലക്കെട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്, ജെറുസലേം സുനഹദോസ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരായ പത്രോസും കൂട്ടരും പൗലോസും കൂട്ടരും ഒരു പ്രത്യേക സന്ദർഭത്തിൽ ജെറുസലേമിൽ വന്ന് കൂടിയിരുന്ന് തങ്ങൾ അറിയിക്കുന്ന സുവിശേഷത്തെക്കുറിച്ചും തങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന പ്രവൃത്തികളെക്കുറിച്ചും എല്ലാം വിവരിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുക്കുന്നതായിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം. യഹൂദയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. പൗലോസും ബർണ്ണബാസും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർണ്ണബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്കസംഗതികളെപ്പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. 4-ാം വാക്യം. അവർ യെരുശലേമിൽ എത്തിയാറെ സഭയും അപ്പോസ്തലന്മാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ടു. ദൈവം തങ്ങളോടുകൂടി ഇരുന്ന് ചെയ്തതൊക്കെയും അവർ അറിയിച്ചു. എന്നാൽ പരീക്ഷപക്ഷത്തിൽ നിന്നും വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞു. ഇവിടെ വളരെ വ്യക്തമായിട്ട് രണ്ട് കൂട്ടരും, അല്ലെങ്കിൽ പൗലോസും ബർണ്ണബാസും കൂട്ടരും അപ്പോസ്തലന്മാരായ പത്രോസും അല്ലെങ്കിൽ അവരുടെ സുവിശേഷം കേട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന യഹൂദന്മാരും അടങ്ങുന്ന രണ്ട് ഗ്രൂപ്പുകൾ ഇവിടെ പറയുകയാണ് ഈ തർക്കസംഗതികളെ പറ്റി. അപ്പോൾ ഇവിടെ ഒരു തർക്കമുണ്ടാവുകയാണ്. ഇന്ന് ക്രിസ്തീയ കോളത്തിലുള്ളതുപോലെ തന്നെ ഒരു തർക്കം അവിടെ ഉണ്ടാവുകയാണ്. തീർത്തും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന രണ്ട് വിഭാഗങ്ങൾ തമ്മിലാണ് ഇവിടെ തർക്കം. പത്രോസും കൂട്ടരും കിങ്ഡം ഗോസ്പൽ, അതായത് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നവരും, അപ്പോൾ തന്നെ പൗലോസും ബർണ്ണബാസും കൂട്ടരും കൃപയുടെ സുവിശേഷം പ്രസംഗിക്കുന്ന കൂട്ടരും. രണ്ട് കൂട്ടരെയും ദൈവമാണ് എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. രണ്ട് കൂട്ടരും പറയുന്ന സുവിശേഷത്തിൽ ഏതാനും വ്യത്യസ്തതകളെ കാണുന്നുണ്ട്. അതുകൊണ്ട് അവർ തമ്മിലൊരു തർക്കമുണ്ടാവുകയാണ്. ദൈവാത്മാവിൽ അവർ കൂടി വന്ന് ആ തർക്കസംഗതികളെ പറ്റി സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചപ്പോൾ 15-ന്റെ 4-ാം വാക്യത്തിൽ കാണാം, പൗലോസ് ജാതികളുടെ ഇടയിൽ അറിയിക്കുന്ന കാര്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ ദൈവം തങ്ങളിലൂടെ പ്രവർത്തിച്ചത് പൗലോസ് അവിടെ അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ അപ്പോസ്തല പ്രവൃത്തി 15-ന്റെ 7-ാം വാക്യത്തിൽ പത്രോസും എഴുന്നേറ്റ് നിന്ന് തൻ്റെ അനുഭവം, കൊർന്നല്യോസിൻ്റെ ഭവനത്തിലുണ്ടായ അനുഭവവും അല്ലെങ്കിൽ ജാതികളുടെ ഇടയിൽ താൻ സുവിശേഷം പറഞ്ഞപ്പോൾ ഉണ്ടായ രക്ഷയുമൊക്കെ താൻ വിവരിക്കുകയാണ്. അതിനുശേഷം 15-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ യാക്കോബ് എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹവും പറയുകയാണ്, ഇവർ പറയുന്നത് ശരിയാണ്. യാക്കോബ് ഉത്തരം പറഞ്ഞത്, സഹോദരന്മാരെ, എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ. ദൈവം തൻ്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശിമയോൻ വിവരിച്ചുവല്ലോ. എന്ന് പറഞ്ഞാൽ തൻ്റെ നാമത്തിന് വേണ്ടി ജാതികളിൽ നിന്നൊരു ജനത്തെ എടുത്ത കാര്യത്തെക്കുറിച്ച് ആദ്യമായിട്ട് എങ്ങനെയാണത് സംഭവിച്ചത് എന്ന് പത്രോസ് വിവരിച്ചുവല്ലോ. അപ്പോൾ എപ്പോഴാണ് ആദ്യമായിട്ട് ജാതികളിൽ നിന്ന് രക്ഷയിലേക്ക് കടന്നു വന്ന ആളുകളെക്കുറിച്ച് പറയുന്നത്? എപ്പോഴാണ്? അപ്പോസ്തല പ്രവൃത്തി 2-ൽ നടക്കുന്ന സംഭവങ്ങളിൽ ഏതായാലും അവിടെ ഒരു ജാതിനെ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ പിന്നെ കൊർന്നല്യോസിൻ്റെ ഭവനത്തിലാണ് ജാതികൾക്ക് രക്ഷയുണ്ട് എന്നുള്ളത് പത്രോസ് പോലും മനസ്സിലാക്കുന്നത് എന്നുള്ളത് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ചിന്തിച്ചു. ഇവിടെ പറയുകയാണ്, ആദ്യമായിട്ട് ജാതികളെ ദൈവം രക്ഷിച്ചത്, ദൈവം ജാതികളെ കടാക്ഷിച്ചത് എങ്ങനെയെന്ന് പത്രോസ് വിവരിച്ചുവല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഇതിനോട് പ്രവാചകന്മാരുടെ വാക്കുകളും ഒക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങളും ഒക്കുന്നു.
15-15 വാക്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ സുവിശേഷ പ്രകാരമുള്ള ഒരു പ്രത്യാശ സംബന്ധമായി യഹൂദനിലൂടെ ജാതികളിലേക്ക് രക്ഷ പോകണം എന്നുള്ള ദൈവിക വചനം, അത് പ്രവാചകന്മാരുടെ വചനങ്ങളും അതിനോട് ഒക്കുന്നുവെന്ന് ഈ ജെറുസലേം സോനഗദോസിൽ അല്ലെങ്കിൽ ഈ ജെറുസലേമിൽ കൂടിയിരിക്കുന്ന ഈ തർക്കസംഗതികളെ പറ്റി അവർ തർക്കിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ പത്രോസ് പറഞ്ഞതിനെ തുടർന്ന് യാക്കോബും പറയുകയാണ് അത് ശരിയാണ് എന്ന് പറഞ്ഞു വരുമ്പോൾ പത്രോസും യാക്കോബും ഇവിടെ സംസാരിക്കുന്നത് പ്രവാചകന്മാരുടെ വചനങ്ങൾ ഒക്കുന്ന ഒരു സുവിശേഷത്തെക്കുറിച്ചും അതിലൂടെയുള്ള ജാതികളുടെ രക്ഷയെക്കുറിച്ചുമാണ് ഇവർ രണ്ടു കൂട്ടരും പറയുന്നത്. അപ്പോൾ തന്നെ പൗലോസ് പറയുന്നത് ഒരിക്കലും രാജ്യത്തിൻ്റെ സുവിശേഷ പ്രകാരമുള്ള അല്ലെങ്കിൽ ന്യായപ്രമാണ സംബന്ധമായിട്ടുള്ള രക്ഷയെക്കുറിച്ചല്ല. ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. പൗലോസിന് വെളിപ്പാടുകൾ പൂർണ്ണമായി ലഭിക്കാത്തൊരു കാലഘട്ടമാണ് അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം. അപ്പോൾ തന്നെ പൗലോസിന് കിട്ടിയ വെളിപ്പാടുകൾ പറയുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പത്രോസിനും കൂട്ടർക്കും ആ സംഗതികൾ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം മനസ്സിലായോ? രാജ്യത്തിൻ്റെ സുവിശേഷ പ്രകാരമുള്ള സുവിശേഷം 12 പേർ പറഞ്ഞു നടക്കുമ്പോഴാണ് കൃപയുടെ സുവിശേഷ പ്രകാരമുള്ള ദൈവത്തിൻ്റെ വെളിപ്പാടനുസരിച്ചുള്ള സുവിശേഷത്തിൻ്റെ തുടക്കം പൗലോസിലൂടെ ദൈവം നടത്തുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ മുൻകൂട്ടി ചിന്തിച്ചു. ഈ യഹൂദന്മാർ ദൈവിക ഈ രക്ഷാപദ്ധതിയെ ഒന്നടങ്കമായി അല്ലെങ്കിൽ രാജ്യമായി അത് സ്വീകരിക്കാതെ വന്നപ്പോഴാണ് രാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ നിന്നും കൃപയുടെ സുവിശേഷത്തിലേക്ക് ദൈവം കാര്യങ്ങളെ നീട്ടുന്നത് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഇവിടെ സംഭവിക്കുന്നത് ഈ സുനകദോസ് തീരുമാനമെടുക്കുകയാണ്. ചില കാര്യങ്ങൾ ജാതികളെ സംബന്ധിച്ച് രക്ഷയിലേക്ക് കടന്നു വരുന്നവരെ സംബന്ധിച്ച് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് അപ്പോസ്തലന്മാരും കൂട്ടരും എന്ന് പറഞ്ഞാൽ 12 അപ്പോസ്തലന്മാരും കൂട്ടരും എടുത്ത തീരുമാനം അവരെ അറിയിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പൗലോസ് അതിനോട് എതിർപ്പെടുന്നില്ല അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നില്ല, അത് അംഗീകരിക്കുകയാണ്. അപ്പോൾ ചിന്തിക്കാം, രാജ്യത്തിൻ്റെ സുവിശേഷ പ്രകാരമുള്ള സുവിശേഷം പറയുമ്പോൾ പൗലോസ് അതിനെ അംഗീകരിച്ചുവെന്നാണോ പറയുന്നതെന്ന്? തീർച്ചയായിട്ടും ആ സാഹചര്യത്തിൽ പൗലോസ് അത് അംഗീകരിക്കുകയാണ്. കാരണം എന്താ? പൗലോസിന് വെളിപ്പാടുകളുടെ ആധിക്യമുള്ള മനുഷ്യനാണ്. പൗലോസിന് വെളിപ്പാടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കൃപയുടെ സുവിശേഷത്തിൻ്റെ. തന്നെയുമല്ല ദൈവാത്മാവിനാലാണ് ഇവർ കാര്യങ്ങളെ ക്രമീകരിക്കുന്നത്. അപ്പോൾ തന്നെ ഇതിൻ്റെ തർക്കവും പരിഹാരവും ഉണ്ടാകുമ്പോൾ അത് രണ്ടു കൂട്ടരും തമ്മിൽ, കിങ്ഡം ചർച്ചുകാരും ഗ്രേസ് ചർച്ചുകാരും തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ ഇവിടെ ദൈവം തന്നെ അതിനൊരു പരിഹാരം വരുത്തുകയാണ്. അത് നമുക്ക് 16-ാം അധ്യായത്തിൻ്റെ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എന്താണ് ഇവിടെ സംഭവിച്ചത്? ജെറുസലേമിലെ സുനകദോസിൽ ഉണ്ടായ തീരുമാനം, ആ തീരുമാനം 12 അപ്പോസ്തലന്മാരെടുത്ത തീരുമാനത്തിൽ എന്തൊക്കെയാണോ പറഞ്ഞത് അത് നിങ്ങൾ അനുസരിക്കണമെന്ന് പൗലോസ് സഭകളിൽ കയറിയിറങ്ങി പറഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണുന്നത്. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കണം. പൗലോസിന് പൂർണ്ണമായ വെളിപ്പാടുകൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. പത്രോസിനും കൂട്ടർക്കും ഈ പൗലോസിന് വെളിപ്പെട്ട സുവിശേഷം മനസ്സിലായിട്ടില്ല. അവരിപ്പോഴും കിങ്ഡം ഗോസ്പൽ പ്രകാരമുള്ള ജാതികളുടെ രക്ഷയെക്കുറിച്ച് മാത്രമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പൗലോസ് പറയുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് വാസ്തവമായി മനസ്സിലായിട്ടില്ല. എങ്കിലും അവിടെ ഒരു പ്രശ്നമില്ലാത്ത തരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവുള്ള അപ്പോസ്തലന്മാർ ഇരുകൂട്ടരും അത് അംഗീകരിച്ചിട്ട് പൗലോസ് അംഗീകരിക്കുകയാണ്. പത്രോസും കൂട്ടരും എടുത്ത തീരുമാനം നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുകയാണ്. അതാണ് അപ്പോസ്തലപ്രവൃത്തി 16-4 വായിച്ചത്. തന്നെയുമല്ല 1-2 വാക്യങ്ങൾ മുന്നോട്ട് കയറ്റി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടങ്ങളിലുള്ള യഹൂദന്മാർ എല്ലാവരും അറിഞ്ഞിരിക്കുകയാൽ അവരെ വിചാരിച്ച് അവനെ പരിച്ഛേദന കഴിപ്പിച്ചു. തിമോത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിച്ച കാര്യമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ അവിടെയുള്ള യഹൂദന്മാരെ വിചാരിച്ച് അവനെ പരിച്ഛേദന കഴിപ്പിച്ചു. കണ്ടോ, അവിടെ ഒരു കൃത്യമായിട്ടുള്ള കിങ്ഡം പ്രോഗ്രാം, അതിനൊരു വിഘ്നം വരാത്ത രീതിയിൽ അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരാത്ത രീതിയിൽ 12 അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ പരിധിയിൽപ്പെട്ട ആ സുവിശേഷം തന്നെ നിലനിർത്തിക്കൊണ്ട് അവിടെയുള്ളവരെ മാനിച്ച് തിമോത്തിയോസിന് പരിച്ഛേദന കൊടുക്കുകയാണ്. തന്നെയുമല്ല പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും നിർണയിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 15-ാം അധ്യായത്തിലെ 12 അപ്പോസ്തലന്മാരുടെ തീരുമാനത്തെ പൗലോസ് അംഗീകരിക്കുകയും അത് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നും അവിടെ പറഞ്ഞ് അവരെ ഏൽപ്പിക്കുകയാണ്. തന്നെയുമല്ല അങ്ങനെ സംഭവിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ സഭകൾ അപ്പോൾ വളരെ നന്നായി അത് വളർച്ച പ്രാപിച്ചു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ സുവിശേഷവും കൃപയുടെ സുവിശേഷവും നിലനിൽക്കുന്നൊരു കാലയളവിൽ
ഏത് വിധേനയും ഒരു മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം. അതിപ്പോൾ മിസ്റ്ററി അറിഞ്ഞാലും മിസ്റ്ററി അറിഞ്ഞില്ലെങ്കിലും യേശുക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് ഇവിടെ പരമപ്രധാനമായിരിക്കുന്ന ഒരു കാര്യം. തുടർന്നുള്ള അപ്പസ്തോല പ്രവൃത്തികൾ നമ്മൾ വായിച്ചു പോകുമ്പോൾ അവസരോചിതമായി പൗലോസ് ഓരോ വ്യക്തി ജീവിതങ്ങളോട് ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റോയിക്കരോടും തത്വചിന്തകന്മാരോടും സംസാരിക്കുമ്പോൾ അവരോടൊരു വേറൊരു രീതിയിലാണ് സുവിശേഷം പങ്കുവയ്ക്കുന്നത്. അപ്പോൾ തന്നെ ദൈവത്തെക്കുറിച്ച് ഇന്ന് വരെ അറിയാതിരിക്കുന്നവരോട് മറ്റൊരു തരത്തിലാണ് പൗലോസ് സുവിശേഷം അറിയിക്കുന്നത്. അപ്പോൾ തന്നെ വചനത്തിൻ്റെ അല്പം പരിജ്ഞാനമുള്ളവരോട് മറ്റൊരു തരത്തിലാണ് അവരെ സുവിശേഷം അറിയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് പൗലോസ് പിന്നീട് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഓരോ വ്യക്തികളെയും യേശുക്രിസ്തുവിൽ താൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും യേശുക്രിസ്തുവിലേക്ക് നയിക്കുക എന്നുള്ളതാണ് പൗലോസിൻ്റെ ആ കാലയളവിലെ ചിന്താഗതി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലന്മാർ 12 പേരെടുത്ത തീരുമാനത്തെ നിങ്ങൾ അംഗീകരിക്കണം, അതിൽ നിങ്ങൾ നിൽക്കണം, അതിൽ നിങ്ങളെ ഫോളോ ചെയ്യണമെന്ന് പൗലോസ് ഇവിടെ 16-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യത്തിൽ പറയുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? സഭകൾ വളർന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവരും യേശുക്രിസ്തുവിനെ അറിഞ്ഞ് അനേകർ രക്ഷയിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു. അത് കിങ്ഡം പ്രോഗ്രാമിലേക്കാണോ ഗ്രേസ് പ്രോഗ്രാമിലേക്കാണോ പോകുന്നത് എന്നുള്ളത് തുടർന്നുള്ള പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ഗലാത്യ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ടല്ലോ, മറ്റൊരു സുവിശേഷം ഇല്ല എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രത്യാശയുമില്ല, മറ്റൊരു സുവിശേഷവുമില്ല. ഈ കാലയളവിൽ റാപ്ചർ വരെ നിലവിലുള്ള സുവിശേഷം കൃപയുടെ സുവിശേഷമാണ് എന്നുള്ളത് നമുക്കറിയാം. മറ്റൊരു സുവിശേഷം പറയുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ് പറയുന്നത്. അപ്പോൾ പൗലോസിന് വെളിപ്പെട്ട കൃപയുടെ സുവിശേഷം പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഇതാ നിങ്ങൾ 12 അപ്പോസ്തലന്മാരെടുത്ത തീരുമാനം നിങ്ങൾ അംഗീകരിച്ച് അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂ എന്ന് ഇവിടെ പൗലോസ് പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്തൊരു വൈരുദ്ധ്യാത്മകത തോന്നുന്നില്ലേ? ഒരിക്കലും അതൊരു വൈരുദ്ധ്യമല്ല, അത് ദൈവം അതിനെ പരിഹരിക്കുന്ന ഒരു സവിശേഷതയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുകയാണ്, അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ച് മൂസിയിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. അവർ മൂസ്യ കടന്ന് ത്രോവാസിലെത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോനിക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന് മക്കദോനിയയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. പൗലോസോട് ദർശനം കാണുകയാണ്. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നുവെന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മക്കദോനിയയിലേക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഏഷ്യയിൽ നിങ്ങൾ വചനം പ്രസംഗിക്കേണ്ട എന്ന് പരിശുദ്ധാത്മാവ് അവിടെ വിലക്കുകയാണ്. അപ്പോൾ തന്നെ മറ്റു ചില സ്ഥലങ്ങളിലേക്ക് പൗലോസ് പോകാൻ പോയപ്പോൾ അവിടെ പറയുകയാണ്, യേശുവിൻ്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പൗലോസിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് പറയുകയാണ്, ഇനി എന്ത് ചെയ്യേണ്ട? പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ട് പറയുകയാണ്, ഇനി ആസിയിൽ വചനം പ്രസംഗിക്കേണ്ട. കാരണം എന്താ? ഏഷ്യയും അതിനോട് ചുറ്റപ്പെട്ട പ്രദേശങ്ങളും അല്ലെങ്കിൽ ജെറുസലേം അതിനോട് ചുറ്റപ്പെട്ട പ്രദേശങ്ങളും കിങ്ഡം ചർച്ചിൻ്റെ പ്രോഗ്രാമുമായി മുന്നോട്ട് പോകുന്നവരാണ്. അവിടെ ഒരു പ്രശ്നമുണ്ടാക്കാൻ നിൽക്കാതെ മറ്റൊരിടത്തേക്ക് പൗലോസിനെ, അതായത് ഏഷ്യയിൽ നിന്നും പൗലോസിനെ യൂറോപ്പിലേക്ക് ദൈവം മാറ്റുന്ന ഒരു ദർശനമാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുവാനിടയായിത്തീർന്നത്. തന്നെയുമല്ല, നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തത കിട്ടും. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ ഞാൻ യെരുശലേമിൽ മടങ്ങി ചെന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന നേരം ഒരു വിവശതയിലായി അവനെ കണ്ടു. നീ ബന്ധപ്പെട്ട് വേഗം ജെറുസലേം വിട്ടു പോക. നീ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്ന് എന്നോട് കൽപ്പിച്ചു. ദൈവം പറയുകയാണ്, നീ ജെറുസലേം വിട്ട് പുറത്തേക്ക് പോകണം, കാരണം എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ സ്വീകരിക്കുകയില്ല. അതിന് ഞാൻ, കർത്താവെ, നിന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ തടവിലാക്കുകയും പള്ളിതോറും അടിപ്പിക്കുകയും ചെയ്തുവെന്ന് നിന്റെ സാക്ഷിയായ സ്തെഫാനോസിൻ്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ച് അരികെ നിന്ന് അവനെ കൊല്ലുന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ട് ഇരുന്നു എന്നും അവർ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ എന്നോട്, നീ പോക, ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കിലേക്ക് അയക്കും എന്ന് കൽപ്പിച്ചു. അപ്പോൾ പൗലോസിൻ്റെ ആഗ്രഹം ജെറുസലേമിലും എല്ലാ സ്ഥലങ്ങളിലും സുവിശേഷം, തനിക്ക് വെളിപ്പെട്ട സുവിശേഷം അറിയിക്കണം എന്നുള്ളതായിരുന്നുവെങ്കിൽ ദൈവം പറയുകയാണ്, എന്നെക്കുറിച്ചുള്ള സാക്ഷ്യം അവർ സ്വീകരിക്കുകയില്ല, നീ ജെറുസലേമിന് പുറത്ത് കിടക്കുക, അങ്ങ് ദൂരത്ത് വിജാതിയുടെ അടുക്കിലേക്ക് ഞാൻ നിന്നെ അയക്കും. വിജാതിയരുടെ അപ്പോസ്തലനാക്കി കർത്താവ് പൗലോസിനെ നിയോഗിക്കുന്നൊരു വചനഭാഗമാണ് നമ്മളവിടെ കാണുന്നത്. അത് പിന്നീട് ഗലാത്യ ലേഖനം എഴുതുമ്പോഴൊക്കെയും പറയുന്നുണ്ട്, താൻ അപ്പോസ്തലനായത് കർത്താവായ യേശുക്രിസ്തുവിനാലും പിതാവായ ദൈവത്താലും അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഴുതുന്നത് എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള അപ്പോസ്തല അധികാരം അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നത് വിലക്കി കർത്താവ്
പൗലോസിനെ യൂറോപ്പിലേക്ക് അയക്കുകയാണ്. അതായത് ആ പരിധിയിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് പൗലോസിനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ വിലക്കുവാനും ചില കാര്യങ്ങൾ വേണ്ട എന്ന് പറയുവാനും അധികാരമുണ്ട്. ഉദാഹരണമായി നമുക്ക് പഴയ നിയമത്തിൽ ഒരു കാര്യം ചിന്തിക്കാം. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ഏസാവിനു സെയീർ മല ഞാൻ അവകാശമായി നൽകിയിരിക്കുന്നതിനാൽ അവരുടെ രാജ്യത്ത് കാലുകുത്തേണ്ടതിന് ഒരു സ്ഥലം പോലും ഞാൻ നിങ്ങൾക്ക് തരികയില്ല. അപ്പോൾ ദൈവം പറയുകയാണ്, കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ദൈവം ഏശാവിന് കൊടുത്തിരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ ദൈവം പറയാണ്, നിങ്ങൾക്ക് അവിടെ കാലുകുത്താൻ പോലും ഞാൻ സ്ഥലം തരികയില്ല, കാരണം ഞാനത് ഏശാവിന് നൽകിയിരിക്കുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ അതിൻ്റെ 37-ാം വാക്യം. യാബോക്ക് നദിയുടെ തീരങ്ങളും മലനാട്ടിലെ നഗരങ്ങളും ഉൾക്കൊള്ളുന്ന ആമോന്യരുടെ രാജ്യത്തെയും നമ്മുടെ ദൈവമായ കർത്താവ് വിലക്കിയിരിക്കുന്ന ഒന്നിലേക്കും നിങ്ങൾ പ്രവേശിച്ചില്ല. അപ്പോൾ ചില ദേശങ്ങളിൽ നിങ്ങൾ കടക്കരുത്, ചില ദേശങ്ങളിൽ നിങ്ങൾ കാലുകുത്തരുത് എന്ന് ആരോട് ദൈവം പറഞ്ഞിരുന്നു? ഇസ്രായേൽ മക്കളോട് ദൈവം പറയുകയാണ്. അത് ഇന്ന രാജ്യക്കാർക്കും ദേശക്കാർക്കും ഞാൻ കൊടുത്തിരിക്കുന്നത് കൊണ്ട് അവിടെയല്ല നിങ്ങളുടെ അവകാശം, നിങ്ങളുടെ അവകാശത്തിലേക്ക് ഞാൻ നിങ്ങളെ നടത്താം. നിങ്ങൾക്ക് അവകാശമായിരിക്കുന്നത് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശമാണ്. അപ്പോൾ ഇവിടെ ദൈവം വിലക്കിയ ഒരു സ്ഥലത്തേക്കും നിങ്ങൾ പ്രവേശിച്ചില്ല എന്ന് മോശ ആവർത്തന പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ ഇവിടെ ആസിയിൽ വചനം പ്രസംഗിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാണ്. അപ്പോൾ പൗലോസ് പറയേണ്ടാത്ത ചില കാര്യങ്ങൾ പത്രോസിൻ്റെയും കൂട്ടരുടെയും സുവിശേഷ പരിധിയിൽ ഒരുപക്ഷെ കൈ കടത്തുവാൻ ദൈവം പൗലോസിനെ അനുവദിക്കാതെ മറ്റൊരു തലത്തിലേക്ക് ദൈവം കൊണ്ടുപോവുകയാണ്. അവിടെ ഒരു പ്രശ്നപരിഹാരം ദൈവം വരുത്തുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കണം. അപ്പോസ്തല പ്രവൃത്തിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും സംഭവിക്കുമ്പോൾ അല്ലേ, പൗലോസ് ഓരോരുത്തരെ നേടേണ്ടതിന് താൻ അവരെ പോലെ ആയി എന്ന് പറയുന്നത് പോലെ, പ്രമാണത്തിന് കീഴിലുള്ളവരോട് താൻ നിയമപ്രമാണമുള്ളവനെ പോലെയും ന്യായപ്രമാണത്തിന് കീഴിലില്ലാത്തവരെ രക്ഷിക്കുവാൻ താൻ നിയമപ്രമാണം ഇല്ലാത്തവനായും എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ തലത്തിലും ഇറങ്ങിച്ചെന്ന് യേശുക്രിസ്തുവിനെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉരുവാക്കുക എന്നുള്ള ഒരു ചിന്തയാണ് അദ്ദേഹത്തിനുണ്ടായത്. തന്നെയുമല്ല, പൗലോസിൻ്റെ 1-2 പ്രസ്താവനകളിൽ നമുക്കൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ എളുപ്പമായി തീരും. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വായിക്കുകയാണ്. ഇത് ഹേതുവായി നിങ്ങളെ കണ്ടു സംസാരിക്കണം എന്ന് വെച്ച് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചു. ഇസ്രായേലിൻ്റെ പ്രത്യാശ നിമിത്തമാകുന്നു ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത്. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പത്രോസ് യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ പറയുകയാണ്, ഇസ്രായേലിൻ്റെ പ്രത്യാശ സംബന്ധമായിട്ടാണ് ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത് എന്നാണ് അദ്ദേഹം അവരോട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ പ്രത്യാശ എന്താണ്? കിങ്ഡം ഗോസ്പൽ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുവിശേഷ പ്രകാരം അവർക്ക് 1000 ആണ്ട് എന്നുള്ളൊരു വാഗ്ദത്തത്തിലേക്ക്, അല്ലെങ്കിൽ അതിലേക്കുള്ളൊരു സുവിശേഷ സംബന്ധമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. അപ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ പ്രത്യാശ സംബന്ധമായിട്ടാണ് ചങ്ങല ധരിച്ചിരിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. എഫെസ് ലേഖനം 3-ാം അധ്യായത്തിൽ അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. അപ്പോൾ ഇവിടെ ബദ്ധനായിരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ ചങ്ങല ധരിച്ചിരിക്കുന്നത് കൃപയുടെ സുവിശേഷ സംബന്ധമായിട്ടാണ്. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ചങ്ങല ധരിച്ചിരിക്കുന്നത് ഇസ്രായേലിൻ്റെ പ്രത്യാശ സംബന്ധമായിട്ടാണ് എന്നുള്ളതാണ് പൗലോസോട് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ 1-2 വാക്യങ്ങൾ കൂടി വായിക്കുമ്പോൾ പൗലോസ് ആ കാലയളവിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ പ്രസംഗിച്ച പ്രസംഗങ്ങളും തൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ അല്പം വ്യത്യാസമുള്ളതായി കാണുന്നുണ്ട്. അത് ദൈവത്താൽ തന്നെ ഒരു ദൈവത്താൽ പരിഹരിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ് അതിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. ഇവിടെ പറയുകയാണ് അപ്പോസ്തല പ്രവൃത്തി 24-ന്റെ 14-ാം വാക്യം. ന്യായപ്രമാണത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും എഴുതിയിരിക്കുന്നതൊക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. പൗലോസ് ന്യായപ്രമാണ പുസ്തകത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നതൊക്കെയും വിശ്വസിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ 26-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുദ്ധാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചം അറിയിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചതൊഴികെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ പൗലോസ് ഞാൻ മിസ്റ്ററി ഗോസ്പലാണ് പറയുന്നതെന്നാണോ പറഞ്ഞത്? ഒരിക്കലുമല്ല. ഇവിടെ പറയുകയാണ് പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചതൊഴികെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത് എന്താണ്? രാജ്യത്തിൻ്റെ സുവിശേഷ പ്രകാരമുള്ള അതിൽ വിശ്വസിച്ചിരിക്കുന്നവരെ, അല്ലെങ്കിൽ അതിലേക്ക് യേശുവാണ് മശിഹ എന്ന് തിരിച്ചറിയാത്ത ഒരു പറ്റം ജനം
വീണ്ടും മശിഹയെ കാത്തിരിക്കുന്നവരുണ്ടായിരുന്നു, അല്ലെങ്കിൽ യേശുവാണ് മശിഹ എന്ന് വിശ്വസിക്കാത്തവരുണ്ടായിരുന്നു. അപ്പോൾ തിരുവഴുത്തുകളെ ആധാരമാക്കി യേശു തന്നെയാണ് മശിഹ, നിങ്ങളുടെ വാഗ്ദത്തത്തിലേക്ക് കടക്കുവാൻ യേശുവിനെ മശിഹയായി വിശ്വസിക്കണം എന്നുള്ള ആ പ്രവാചകന്മാരുടെ ആ മോശയുടെയും അല്ലെങ്കിൽ ഭാവി കാലത്തെക്കുറിച്ച് ഇവർ പറഞ്ഞിരിക്കുന്ന ആ കാര്യമാണ് താൻ അവിടെ പ്രസ്താവിക്കുന്നത്. അവിടെ മിസ്റ്ററി ഗോസ്പൽ അല്ല പ്രസംഗിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, പൗലോസിന് വെളിപ്പാടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം, രാജ്യത്തിൻ്റെ സുവിശേഷ പ്രകാരം ഒരു തിരസ്കരണം യഹൂദന്മാർ തിരസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, പത്രോസിനും കൂട്ടർക്കും പൗലോസ് പറയുന്ന സുവിശേഷം മനസ്സിലാകാതിരിക്കുന്ന ഒരു കാലഘട്ടം. ഇവിടെ ഇതെല്ലാം അറിയുന്ന ദൈവം ഇത് ക്രമമായി പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ കാലയളവിൽ തന്നെ പൗലോസിന് വെളിപ്പാടുകൾ നൽകുകയും പൂർണ്ണ രൂപത്തിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന പദ്ധതിയെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് 2000 വർഷങ്ങൾക്ക് ഇപ്പുറം നിൽക്കുന്ന നമ്മൾ ഈ സത്യങ്ങളെ വായിച്ചു കഴിയുമ്പോൾ ഇന്ന് നിലവിലുള്ള സുവിശേഷം കൃപയുടെ സുവിശേഷമാണെന്നും അതിൻ്റെ അപ്പോസ്തലൻ പൗലോസ് ആണെന്നും ഈ പ്രത്യാശയും അല്ലെങ്കിൽ അതിലൂടെയുള്ള റാപ്ചറുമാണ് നമ്മെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്നതെന്നും മനസ്സിലാക്കുമ്പോൾ ഉന്നതമായൊരു പദവിയിലേക്കാണ് നമ്മൾ എത്തിപ്പെടാൻ പോകുന്നതെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ റൈറ്റ് ഡിവിഷൻ അറിഞ്ഞാലേ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ രാജ്യത്തിൻ്റെ സുവിശേഷം വിശ്വസിച്ചാൽ നിങ്ങൾ നരകത്തിൽ പോകുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, പ്രസംഗിക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനൊന്ന് പറയട്ടെ. ഈ സുവിശേഷ സംബന്ധമായി പൗലോസിൻ്റെ ഒരു മനസ്സ് ഞാൻ മനസ്സിലാക്കുന്നത്, ഏത് വിധേനയും നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയെ രക്ഷിക്കുവാനാണ് സുവിശേഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിയിക്കുക, അതിലൂടെ അവന് രക്ഷ കൊടുക്കുക. അപ്പോൾ തന്നെ അതാണ് താൻ ആ അപ്പസ്തോല പ്രവൃത്തി കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും ദൈവരാജ്യത്തിൽ നിയോഗിച്ചിരിക്കുന്ന പൊസിഷനുകൾക്ക് വേണ്ടി ഉന്നതമായ റാങ്ക് ആവശ്യമുള്ളവർ എന്ന് പറഞ്ഞാൽ, ഈ ലോകത്ത് തന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ മക്കളെയും അല്ലെങ്കിൽ സഹോദരന്മാരെയൊക്കെയും ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്ത് അയച്ച് പഠിപ്പിക്കുന്ന ഒരു സമയമാണ് ഈ കാലഘട്ടം. എന്തുകൊണ്ടാണ് ഇത്ര ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുവാൻ ഇത്രയും കാശ് മുടക്കി നമ്മൾ പറഞ്ഞു വിടുന്നത്? ഉന്നതമായ ഒരു ജീവിത നിലവാരം ഈ ഭൂമിയിൽ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്നവരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങ് നിത്യതയിൽ ഏറ്റവും നല്ല ഒരു പൊസിഷൻ എനിക്ക് ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിരിക്കുന്ന ഒരു ആത്മീക കണ്ണുള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു ആത്മീകനായ ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്? ഈ തിരുവചനത്തിലൂടെ യേശുക്രിസ്തുവിലൂടെ തനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു പദ്ധതി നമ്മുടെ മുൻപോട്ട് വെച്ചിരിക്കുമ്പോൾ അതിൽ വിശ്വസിക്കണമോ, അല്ലെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ, ഇന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട് എന്ന് പറഞ്ഞാൽ, ഇന്ന് ആരൊക്കെ യേശുക്രിസ്തുവിൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും അവർ ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഭാഗമാണ് എന്നുള്ളത് നമുക്കറിയാം. മറ്റൊരു പദ്ധതിയിലേക്കും ദൈവം അവരെ മാറ്റുന്നില്ല. മനസ്സിലായോ? രാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഭാഗമാക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള പീഡാകാല സുവിശേഷത്തിൻ്റെ ഭാഗമാക്കിയിട്ടോ അവരെ മാറ്റുന്നില്ല. കൃപായുഗത്തിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ അംഗത്വമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഈ ലോകത്തുള്ള ഏത് സഭ വിഭാഗത്തിൽപ്പെട്ടവരും ആയിക്കോട്ടെ, അതിനകത്ത് കത്തോലിക്കരുണ്ട്, അതിനകത്ത് പെന്തക്കോസ്തുകാരുണ്ട്, അതിനകത്ത് ബ്രദറൻകാരുണ്ട്, മർത്തോമക്കാരുണ്ട്, അല്ലെങ്കിൽ ഇതര സമൂഹം മുഴുവനുമുണ്ട്. യേശുക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ടു എന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ച് ഇരിക്കുന്നവരുണ്ട്. റാപ്ചർ അറിയില്ലെങ്കിലും ഒരു പക്ഷേ ആ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നവരുണ്ട്. ചിലർക്ക് റാപ്ചറിനെ കുറിച്ച് അറിയുന്നവരുണ്ട്, അതിൽ തന്നെ തെറ്റായ അറിവും വിശ്വസിച്ചിരിക്കുന്നവരുമുണ്ട്. അതൊന്നും ഒരു വിഷയമല്ല. വിഷയം വരുന്നത് എവിടെയാണ്? രക്ഷയെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമല്ലാതിരിക്കുമ്പോൾ നമ്മുടെ സ്വർഗീയ പൊസിഷനുകളിൽ വരുമ്പോൾ, പൊസിഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വരുമ്പോൾ അവിടെ അതെല്ലാം വിഷയമായി വരും. കാരണം രക്ഷ എന്നുള്ളത് യേശുക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിക്കുന്നവർക്കെല്ലാം രക്ഷ കൊടുക്കുകയാണ് ദൈവം. അങ്ങനെ നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ അംഗങ്ങളാണ്. അപ്പോൾ ആ ശരീരമാകുന്ന സഭയിൽ പൊസിഷനുകൾക്ക് വ്യത്യാസമുണ്ട്, അല്ലേ? ഇതുപോലെ അധ്വാനിച്ച പൗലോസിനും ഒന്നും അധ്വാനിക്കാത്ത നമ്മളെപ്പോലെയുള്ളവർക്കും ഒരേ പൊസിഷനാണോ ദൈവരാജ്യത്തിലുള്ളത്? ഒരിക്കലുമല്ല. ദൈവം വെച്ചിരിക്കുന്ന ഈ നല്ല പോരാട്ടം പോരാടി ഓട്ടം ജയിക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്നത് കിരീടങ്ങളാണ്, അല്ലേ? അപ്പോൾ തന്നെ ദൈവരാജ്യത്തിൽ പൊസിഷനുകളുണ്ട് എന്ന് നമുക്കറിയാം. ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയ പൊസിഷൻ എന്ന് പറയുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റിന് കിട്ടുന്ന പൊസിഷനാണ്. ആ ബോഡി ഓഫ് ക്രൈസ്റ്റിൽ അകത്തുള്ള വ്യക്തികൾക്ക് പോലും അവർക്കും സ്ഥാനങ്ങൾക്കും പ്രതിഫലത്തിനും വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു പ്രതിഫലവും ഏറ്റവും നല്ലൊരു പൊസിഷനും ആഗ്രഹിക്കുന്നവർ ഈ തിരുവചനം പഠിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, അതിൻ്റെ പ്രത്യാശയായ റാപ്ചർ, നമ്മുടെ സ്വർഗീയ പ്രവേശനം,
യഹൂദന്മാരെക്കാൾ മുൻപന്മാരായി നമ്മൾ സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാം കൃത്യമായി പൗലോസിൻ്റെ ലേഖനത്തിൽ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. പൗലോസ് അപ്പസ്തോല പ്രവൃത്തിയിൽ നമ്മൾ നോക്കുമ്പോൾ രാജ്യത്തിൻ്റെ സുവിശേഷ പ്രകാരമുള്ള പ്രത്യാശയിലിരിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ പത്രോസും കൂട്ടരും പ്രസംഗിച്ചത് നിങ്ങൾ ഫോളോ ചെയ്യണം. മനസ്സിലായി? അവിടെ പൊളിച്ചെഴുതാൻ പൗലോസ് ശ്രമിക്കുന്നില്ല. ദൈവം പറയുകയാണ്, നീ ഏഷ്യയിൽ നീ വചനം പ്രസംഗിക്കേണ്ട. അവനെ യൂറോപ്പിൻ്റെ പരിസരത്തേക്ക് ദൈവം മാറ്റുകയാണ്. അങ്ങനെ അവൻ അപ്പോസ്തലനായി, ജാതികളുടെ അപ്പോസ്തലനായി, താൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ കാരാഗ്രഹ ലേഖനങ്ങളിൽ എഴുതി. അപ്പോസ്തല പ്രവൃത്തി 9 അധ്യായം മുതൽ 28 അധ്യായം വരെ, അതിനിടയിൽ ഓരോ കാലഘട്ടത്തിലും പൗലോസ് 13 ലേഖനങ്ങൾ എഴുതുകയാണ്. ഈ ലേഖനങ്ങളിൽ കൃത്യമായി ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്തെന്നും അതെന്തിനു വേണ്ടി തുടങ്ങിയെന്നും യഹൂദന്മാർക്ക് അംശമായി കഠിന ഭവിച്ചിരിക്കുകയാണെന്നും ഇത് ജാതികളുടെ കാലമാണെന്നും ഇത് പൂർണ്ണമായി കഴിയുമ്പോൾ നമ്മുടെ കർത്താവ് വന്ന് നമ്മെ ചേർക്കുമെന്നും റാപ്ചർ കഴിഞ്ഞാൽ വീണ്ടും യഹൂദൻ്റെ നിർത്തിവെച്ചിരിക്കുന്ന പ്രോഗ്രാമിലേക്ക് ദൈവം വീണ്ടും കടന്നു വരുമെന്നും ഇങ്ങനെയൊക്കെ നിരവധിയായ കാര്യങ്ങൾ പൗലോസ് സവിസ്തരം രേഖകളിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഭാഗമായി രക്ഷിക്കപ്പെടുന്നവർ ഉന്നതമായൊരു പൊസിഷൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ കൃത്യമായിട്ടുള്ള കൃപയുടെ സുവിശേഷത്തിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അതല്ല, ഇത് വായിക്കുമ്പോൾ പറയുകയാണ് ഞങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സാരമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ കർത്താവിനെ വിശ്വസിച്ചും പ്രാർത്ഥിച്ചും നിങ്ങൾ മുന്നോട്ട് ജീവിച്ചു പോയിക്കൊള്ളുക. അപ്പോൾ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ ലഭിക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിലും പൊസിഷനിലും നിങ്ങൾക്ക് കുറവ് വരും എന്നേ ഉള്ളൂ. പൗലോസ് പറഞ്ഞല്ലോ, ഓരോരുത്തൻ എങ്ങനെ പണിയുന്നുവെന്ന് ചിന്തിച്ചു കൊള്ളുക. അവരവരുടെ ദൈവവചനത്താൽ പണിത പണികൾ മുഴുവനും നിലനിൽക്കും. ഇല്ലെങ്കിലോ താനോ രക്ഷിക്കപ്പെടും. ആ അഗ്നിയിലൂടെ അല്ലെങ്കിൽ വചനാടിസ്ഥാനത്തിൽ നമ്മളെ പരിശോധിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തി തന്ന ഈ സത്യങ്ങളെ അന്വേഷിച്ചും കണ്ടെത്തിയും പഠിച്ചും മനസ്സിലാക്കിയും അതനുസരിച്ച് മുന്നോട്ട് പോയവർക്ക് കൂടുതൽ പ്രതിഫലവും കൂടുതൽ അനുഗ്രഹവും ലഭിക്കുമ്പോൾ, പൊസിഷനും ലഭിക്കുമ്പോൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഒഴുക്കം വെട്ടിൽ പഠിച്ചവർ അവർ എങ്ങനെയോ ക്രിസ്തുവിൻ്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടു. യേശുവിൽ വിശ്വസിച്ച്, അല്ലെങ്കിൽ യേശുവിൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റുവെന്ന് വിശ്വസിച്ചവരാണ്. അവർക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. റൈറ്റ് ഡിവിഷൻ അറിയില്ല, അബ്രാഹമാരെന്നറിയില്ല, ഇസഹാക്കാരെന്നറിയില്ല, അല്ലെങ്കിൽ പഴയ നിയമം എത്ര പുസ്തകം ഉണ്ടെന്നറിയില്ല, പുതിയ നിയമത്തിൽ എത്ര പുസ്തകം ഉണ്ടെന്നറിയില്ല, ഇതൊന്നും അറിയില്ല. പക്ഷേ സുവിശേഷം കേട്ടപ്പോൾ യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു. ഒരു പക്ഷേ കവലയിൽ നിന്ന് പ്രസംഗിക്കുമ്പോഴായിരിക്കും യേശുവിനെ രക്ഷിതാവായി അവൻ സ്വീകരിച്ചത്. അവന് മറ്റൊന്നും അറിയില്ല. അവൻ കപ്പലണ്ടി കച്ചവടക്കാരനായി അവിടെ നിന്നപ്പോഴായിരിക്കും ദേ പറയുന്നു, യേശു ക്രിസ്തു എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു, അതിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയുണ്ട് എന്ന് പറയുമ്പോൾ കേട്ട് രക്ഷിക്കപ്പെട്ടവനായിരിക്കാം. അവന് മറ്റൊന്നും അറിയില്ല. പത്രോസിൻ്റെ പേര് പോലും കേൾക്കാത്തവനായിരിക്കാം. പക്ഷേ യേശു ക്രിസ്തുവിലൂടെ ഒരുവനെ രക്ഷിക്കപ്പെടുത്തുക എന്നുള്ളതാണ് പ്രഥമ ചുമതല. അപ്പോൾ തന്നെ ഇതിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു ഓപ്ഷനും വെച്ചിട്ടുണ്ട്. ഈ ലോകപരമായി അങ്ങനെ തന്നെയല്ലേ? വേണമെങ്കിൽ 1-ാം ക്ലാസ് വെച്ച് പഠിത്തം നിർത്താം, ആരും ഒന്നും പറയുകയില്ല. ജയിലിൽ പിടിച്ചിടാനൊന്നും പറ്റുകയില്ല, അല്ലേ? ചിലർക്ക് 5-ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്താം, 10-ൽ വെച്ച് നിർത്താം, +2-ൽ വെച്ച് നിർത്താം. അതിനുശേഷം വേണമെങ്കിൽ ഹയർ സ്റ്റഡീസ് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ പഠിച്ച് ജീവിതകാലം മുഴുവനും പഠിച്ച് അവന് വലിയൊരു ശാസ്ത്രജ്ഞനാകാം, ലോകം അറിയപ്പെടുന്ന, ലോകം കീഴടക്കുന്ന വലിയ തരത്തിലുള്ളൊരു ആൽബർട്ട് ഐൻസ്റ്റീനോ ഒക്കെ ആയിത്തീരാം. അത് അവരവരുടെ കഴിവനുസരിച്ചാണ് ഈ ലോകപരമായി ഉയർന്നു വരുന്നതെങ്കിൽ, ഇവിടെ ഈ തിരുവചനം പഠിക്കുകയും നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിത് പഠിക്കുവാനാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഈ വചനം പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ച കിട്ടുകയും മനസ്സിലാക്കുകയും ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളരുകയും അങ്ങനെ വളർച്ച പ്രാപിച്ചിട്ട് ദൈവം ആ വിളിയാനുള്ള ആശ എന്നതെന്ന് മനസ്സിലാക്കി നമുക്ക് തീരുവാനിടയായിത്തീരും. നമുക്ക് തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൻ്റെ ഒരു വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. എല്ലാം പരിശോധിച്ച് നോക്കുവിൻ. 1 തെസ്സലോനിക്ക ലേഖനം 5:21 വാക്യം. എല്ലാം പരിശോധിച്ച് നോക്കുവിൻ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ. അപ്പോൾ ഇതെല്ലാം പരിശോധിച്ച് നോക്കുക. ഏത് തരം പ്രത്യാശപ്രകാരം മുന്നോട്ട് പോയാലാണ്, ഏത് തരം വിശ്വാസത്തിൽ നാം ഇരുന്നാലാണ് നമുക്ക് ഏറ്റവും പ്രയോജനമുള്ളത്? ഇതാണ് നമ്മൾ സ്പിരിച്വലി നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലേ? ഈ ലോകപരമായ നമ്മൾ അങ്ങനെയല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഏത് കോഴ്സ് എടുത്ത് പഠിച്ചാലാണ് എൻ്റെ മോനും മോളും ഇത്ര ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്നത്, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നത്. അതേപോലെ തന്നെ ആത്മീകമായി ഈ തിരുവചനം പഠിക്കുമ്പോൾ ഈ റൈറ്റ് ഡിവിഷനും ചിന്തകളും പഠിച്ച് മനസ്സിലാക്കി, ഈ അപ്പസ്തോല പ്രവൃത്തികളും മനസ്സിലാക്കി, അല്ലെങ്കിൽ തുടർന്നുള്ള ലേഖനങ്ങളെ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ ഇതിൽ നിന്നും ആകെ തുകയായി എന്ത് മനസ്സിലാക്കുന്നു? നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു രക്ഷാമാർഗവും ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നതുമായ സുവിശേഷം ഏതാണ്? അല്ലെങ്കിൽ അതിൻ്റെ ഏത് സത്യത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത്? ഈ വചനമെല്ലാം സത്യമാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ സത്യമാണ്. നമ്മൾ ഏത് സത്യത്തിൽ നിൽക്കണം? ശബത്ത് എന്ന് പറയുന്ന സത്യത്തിൽ നിന്നാൽ മതിയോ? അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നുള്ള
അതിൽ നിന്നാൽ മതിയോ? ആ സത്യത്തിൽ നിന്നാൽ മതിയോ? അല്ലെങ്കിൽ പീഡാകാലത്ത് സുവിശേഷം പറയുമ്പോൾ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുവിൻ എന്ന് പറയുന്ന ആ സുവിശേഷത്തിൽ നിന്നാൽ മതിയോ? ആ സത്യത്തിൽ നിന്നാൽ മതിയോ? അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് കിട്ടുന്ന പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയായി, ക്രിസ്തുവിൻ്റെ കൂട്ടാവകാശികളായി, സ്വർഗത്തിലേക്ക് റാപ്ചറായി പോയി ഈ ലോകത്തെ നമ്മൾ ഭരിക്കുന്ന, സ്വർഗത്തിൽ നിത്യമായി കർത്താവിനോട് കൂടെ ഭരിക്കുന്ന, തുടർന്ന് പുത്രാം യെരൂശലേമിലേക്ക് വരുന്ന, ദൈവത്തോടു കൂടെ നാം നിത്യമായി വസിക്കുന്ന ഏറ്റവും വലിയ പൊസിഷനുള്ള സത്യത്തിൽ നിൽക്കണമോ എന്നുള്ളത് എൻ്റെ പ്രിയമുള്ളവർ മനസ്സിലാക്കുക. ഇവിടെ യാതൊരു തർക്കത്തിനും വാദത്തിനും ഒന്നും ഞങ്ങൾ നിൽക്കുന്നില്ല. കാരണം സത്യങ്ങൾ സത്യം പോലെ വെളിപ്പെടുത്തുക, ദൈവം മനസ്സിലാക്കി തരുന്നത് നിങ്ങളോട് അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്തിൽ, ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ബൃഹത്തായ ഒരു സംഗതിയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ പൊസിഷൻ നോക്കുമ്പോൾ പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, അതിനുശേഷം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയാണ് വരുന്നത്, അതിനുശേഷം 144,000 പേര്, അതിനുശേഷം മണവാട്ടി സഭ, അതിനുശേഷം ജാതികൾ, ജാതീയ ലോകവും ഈ ദൈവരാജ്യത്തിൻ്റെ ബൃഹത്തായിട്ടുള്ള ഈ പദ്ധതിയുടെ ഭാഗമാണ്. ഓരോരോ കാലങ്ങളിലും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ലഭിച്ച ജനം അതിനോട് പ്രതികരിച്ച പ്രതികരണം അനുസരിച്ച് ഓരോ പദ്ധതിയിലൂടെയും ദൈവം രക്ഷയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിൽ തന്നെ പൊസിഷനുകളിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നിലവിലുള്ളത് ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ്. അപ്പോൾ തന്നെ ഈ ബോഡി ഓഫ് ക്രൈസ്റ്റിനകത്തും പൊസിഷനും പ്രതിഫലവും അത് കൂടുതലും കുറവും കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു പൊസിഷനും ഏറ്റവും നല്ലൊരു പ്രതിഫലത്തിനും അങ്ങനെ ഏറ്റവും നല്ല ഒരു ദൈവസ്നേഹത്തിൽ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്നവരായി തീരുവാൻ ഈ ഒരു പഠനം നിങ്ങളെ പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്.